തൃശൂരിൽ പുറമ്പോക്കിലെ കട പൊളിച്ചതിൽ വിവാദം. മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ജോമോൻ കൊള്ളന്നൂരിന്റെ കടയാണ് പൊളിച്ചത്. വടക്കാഞ്ചേരി MLA രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ തന്റെ കട പൊളിക്കുകയായിരുന്നു എന്നാണ് ജോമോന്റെ പരാതി. RDO തന്റെ പരാതി പരിശോധിക്കുന്നതിനുള്ള സാവകാശം പോലും നൽകാതെ കട പൊളിച്ചു മാറ്റിയെന്നും ജോമോൻ പറഞ്ഞു. കോടതി സ്റ്റേ കേസ് തള്ളിക്കളഞ്ഞു. ഞങ്ങൾ കോടതി കേസ് തള്ളി വെറുതെ വെറുതെ കാര്യമുണ്ടാവും. കേസ് തള്ളിക്കളഞ്ഞു കോടതി. അത് കഴിഞ്ഞപ്പോൾ ആര് വന്നത് കേസ് കേസ് തള്ളിക്കളഞ്ഞു. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വികാസ് രാജിന്റെയും വാർഡ് മെമ്പർ പ്രകാശൻ ചിറ്റിലപ്പള്ളിയുടെയും സാന്നിധ്യത്തിൽ കെട്ടിടം പൊളിച്ചത് രാഷ്ട്രീയ ഇടപെടൽ വെളിവാക്കുന്നതാണ് എന്ന് കോൺഗ്രസ് പറയുന്നു. CPIM ലോക്കൽ സെക്രട്ടറി പ്രദേശത്ത് തർക്കത്തിലേർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. 24-ന്റെ ഒരു ബ്രേക്കിംഗ് വാർത്തയാണിത്. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. സൂരജ്, ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിരിക്കുന്നു. ഇത്തരത്തിലൊരു രാഷ്ട്രീയം ഇതിലുണ്ടോ? എന്താണ് ആരോപണം? കൃഷിന CPIM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ PWD കയ്യേറ്റം ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു ലോക്കൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ എന്തിന് സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ കട പൊളിച്ചു എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലായിരുന്നു, മുൻ യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഈ പുറമ്പോക്കിൽ കട നടത്തി വന്നിരുന്നത്. ജോമോൻ കൊള്ളന്നൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജോമോൻ 70 വർഷത്തോളമായി ഈ പ്രദേശത്ത് കട നടത്തുകയാണ്. ജോമോനും ജോമോന്റെ പിതാവും ഒക്കെയായി ഈ കട നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ഒരു മാസം മുമ്പ് റോഡ് നിർമ്മാണത്തെ നടക്കുന്നതിനാൽ ഈ കട പൊളിച്ചു മാറ്റണമെന്ന് നോട്ടീസ് ലഭിക്കുന്നത്. അങ്ങനെ ഇവർ RDOയെ സമീപിച്ച് RDO ഇന്നലെ ഒരു സ്റ്റേ കൊടുക്കാൻ ഇരിക്കുന്നതിനിടയിലാണ് ഇത് പൊളിച്ചു മാറ്റുന്നത്, കട പൊളിച്ചു മാറ്റുന്നത്. കടയ്ക്കകത്തുണ്ടായിരുന്ന സാധനങ്ങൾ എടുക്കാൻ പോലും സാവകാശം നൽകിയില്ല എന്നുള്ളതാണ് ജോമോൻ ചൂണ്ടിക്കാണിക്കുന്നത്. RDO വാക്കാൽ തന്നെ ഇത് പൊളിക്കരുത് എന്ന നിർദ്ദേശം ഈ PWDക്ക് നൽകിയതാണ്. പക്ഷെ അത് ലംഘിച്ചുകൊണ്ട് ഈ കട പൊളിച്ചു മാറ്റി. അതിന് പിന്നിൽ വടക്കാഞ്ചേരി MLAയുടെ രാഷ്ട്രീയ വൈരാഗ്യമാണ് എന്നുള്ളതാണ് ജോമോൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ആട്ടൂർ സെന്ററിൽ നേരത്തെ MLAയുടെ ഒരു ആസ്തി വികസന ഫണ്ടിൽ ഒരു കെട്ടിടം പണിതിരുന്നു. ഈ കെട്ടിടത്തിനെതിരെ ഹൈക്കോടതിയിൽ കേസ് പോയതിലുള്ള വൈരാഗ്യത്തിലാണ് തന്റെ കട പൊളിച്ചു മാറ്റിയത്. ഇത് റോഡ് നിർമ്മാണത്തിന്റെ പേരിലാണ് ഈ പൊളിച്ചുമാറ്റലെന്നാണ് MLA അടക്കം വിശദീകരിക്കുന്നത്. പക്ഷേ ജോമോൻ ചൂണ്ടിക്കാണിക്കുന്ന ഈ റോഡിന്റെ മധ്യഭാഗത്താണ് ജോമോന്റെ കടയുള്ളത്. പക്ഷേ ഈ മുൻവശത്തോ ഈ റോഡ് തുടങ്ങുന്ന ഭാഗത്തോ റോഡ് അവസാനിക്കുന്ന ഭാഗത്തോ ഒന്നും തന്നെ മറ്റിടങ്ങളിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ തന്റെ മാത്രം കയ്യേറ്റം ഒഴിപ്പിച്ചതിന് പിന്നിൽ ഈ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുണ്ട്. CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടക്കം ഇത്തരത്തിൽ ഈ പുറമ്പോക്കിലാണ് ഉള്ളത്. അതൊന്നും ഒഴിപ്പിക്കാതെ ജോമോന്റെ കട ഒഴിപ്പിച്ചതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. പക്ഷേ MLA ആകട്ടെ പറയുന്നത് തിരൂർ മുതൽ ആറ്റൂർ വരെയുള്ള റോഡിന്റെ നിർമ്മാണം നടക്കുകയാണ്. അത് BNBC നിലവാരത്തിലാണ് നടക്കുന്നത്. 5 കോടി രൂപയുടെ പ്രൊജക്ടാണ്. ആ പ്രൊജക്ട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള കയ്യേറ്റങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഒഴിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഔദ്യോഗികമായി തന്നെ വിശദീകരിക്കുന്ന കൃത്യത PK. ശരി, സൂരജ് സജി തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.